ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുക. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഒത്തിരിയേറെ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ഫാദർ ജിനു പള്ളിപ്പാട്ട്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രാർത്ഥന പറഞ്ഞിരുന്നു. ഏത് തടസ്സങ്ങളെയും, ഏത് വേദനകളെയും, ഏത് ആകുലതകളെയും എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരു പ്രാർത്ഥന. അത് വേറെ ഒന്നും ആയിരുന്നില്ല, ഒരു സങ്കീർത്തനമായിരുന്നു. സങ്കീർത്തനം 51. ഒത്തിരിയേറെ പേര് അത് കണ്ടു. പലരും വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒത്തിരിയേറെ പേര് അതുപോലെ തന്നെ എനിക്ക് ലെറ്ററുകൾ എഴുതി, അച്ഛാ ഒത്തിരിയേറെ നന്ദി ഇങ്ങനൊരു പ്രാർത്ഥന പറഞ്ഞു തന്നതിന്. അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ബൈബിളിലുള്ളൊരു പ്രാർത്ഥനയാണ്, ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ തെറ്റു വന്നു പോയപ്പോൾ, കുറവുകൾ സംഭവിച്ചപ്പോൾ ദാവീദ് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സങ്കീർത്തനം 51. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പലരും വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ, ഒത്തിരിയേറെ സന്തോഷം. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ആഹ്ലാദം തോന്നുന്നു. അത് ദൈവത്തിൻ്റെ കാരുണ്യവും മഹത്വവുമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അത് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും ഈ സങ്കീർത്തനം ചൊല്ലിയിട്ടേ നിങ്ങൾ എഴുന്നേൽക്കാവൂ, കിടന്നുറങ്ങാവൂ. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ വരികയാണെങ്കിൽ ഈ സങ്കീർത്തനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക, നിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. പല മക്കളും അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരവധിയായ ആളുകൾ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു, പ്രാർത്ഥിച്ചിട്ട് വല്ലാത്ത സമാധാനം തോന്നുന്നു, ദൈവം എനിക്ക് നല്ലത് നടത്തി തരുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഒത്തിരിയേറെ മക്കൾ അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ വേദനകളിൽ ഈ സങ്കീർത്തനം ചേർത്ത് വെച്ചപ്പോൾ വളരെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കുറച്ച് പേര് പറഞ്ഞു, അച്ഛാ ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്, അച്ഛൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയണം. ഈ സങ്കീർത്തനം 51 എന്ന് പറയുന്നത് ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. നമുക്കെല്ലാവർക്കും അറിയാതെ അത് ദാവീദ് ജീവിതത്തിൽ തെറ്റുവന്ന് പോയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണിത്. ചങ്കുപൊട്ടിയുള്ള ഒരു വിലാപമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒത്തിരിയേറെ പാപങ്ങളുള്ളവരാണ് നമ്മളൊക്കെ. ഈ ദാവീദിനെ പോലെ പലവിധ തെറ്റുകൾ ചെയ്തവരാണ് നമ്മളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന് അനുഗ്രഹം വേണമെങ്കിൽ അതിന് സദൃശ്യമായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന നമ്മൾ ഒത്തിരിയേറെ സഹായിക്കും. അത് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ഇനിയും എനിക്ക് പറയാനുള്ളത് സങ്കീർത്തനം 51 തുടർന്ന് വായിക്കാനായിട്ട് പരിശ്രമിക്കുക. എല്ലാ ദിവസവും സങ്കീർത്തനം 51 വായിച്ചു നോക്ക്. ജീവിതത്തിന് എന്തെന്നില്ലാത്ത മാറ്റം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. അതെ, കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തി, ഒത്തിരിയേറെ പാപങ്ങളുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ. 34 വയസ്സായി ആ സഹോദരന്, വിവാഹം കഴിഞ്ഞിട്ടില്ല. പലവിധ ക്ലേശങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സഹോദരന് കൊടുത്തു, മോനെ നീ സങ്കീർത്തനം 51 വായിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും ആ സങ്കീർത്തനം വായിച്ചിട്ടേ കിടന്നുറങ്ങാവൂ. പറ്റുമെങ്കിൽ ആ സങ്കീർത്തനം കാണാപ്പാഠം പഠിക്കണം. എന്നിട്ട് ജീവിതത്തിൻ്റെ വേദനകളിൽ ഈ സങ്കീർത്തനം ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കണം. നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. അത് ഒത്തിരിയേറെ സന്തോഷം തോന്നിയിട്ട് ഞാൻ ആ സഹോദരന് പറഞ്ഞു കൊടുത്തു. എൻ്റെ അടുത്തിരുന്ന് കരഞ്ഞിട്ടാണ് ആ മനുഷ്യൻ വരിക. സങ്കടപ്പെട്ടിട്ട് ഒത്തിരിയേറെ വേദനകൾ പങ്കുവെച്ചിട്ട് ഞാൻ ഈ സങ്കീർത്തനം പറഞ്ഞു കൊടുത്തപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടെ ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് പോയി. ഇന്നലെ വിളിച്ചിട്ടുണ്ടായി, അച്ഛാ ഒരു ആശ്വാസമുണ്ട് ഈ സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമല്ലോ എന്നാണ് അദ്ദേഹം അവസാനം ചോദിച്ചിട്ട് വെച്ചത്. ഞാൻ പറഞ്ഞു, കേൾക്കും, ഉറപ്പ് 100%. ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നീ നിന്നാൽ, നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് ഈ സങ്കീർത്തനം നീ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിലും മാറ്റം ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, ചിലർ പറഞ്ഞാച്ചാ ഈ സങ്കീർത്തനം ചൊല്ലുമ്പോൾ എന്തെങ്കിലും ചെയ്യണോ? ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നല്ലൊരു കുമ്പസാരം നടത്തണം. ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, കുറവുകളുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നല്ലൊരു കുമ്പസാരം നടത്തി ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് അനുതപിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം നിങ്ങളൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിയേ, ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. കാരണം ഒത്തിരിയേറെ കരഞ്ഞൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണിത്.
ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത്, കുറവുകളെ ഓർത്ത്, പോരായ്മകളെ ഓർത്ത്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് ഒരു മനുഷ്യൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുക. ദാവീദിൻ്റെ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം കണ്ണുനീരോടെയാണ് ആ മനുഷ്യൻ ചൊല്ലിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കണ്ണുനീര് കടന്നു വരുമ്പോൾ, ഒത്തിരിയേറെ വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ സങ്കീർത്തനം ചൊല്ലിയൊന്ന് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നില്ല, അത് ഒരു നല്ലൊരു കുമ്പസാരം നടത്തണം. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ കരുണ വർഷിക്കണേ എന്ന്. ആ സങ്കീർത്തന തുടക്കം തന്നെ ഇങ്ങനെയാണ്. ഞാൻ പല മക്കളോട് ഇപ്പോൾ കാണാപ്പാഠം പഠിക്കാൻ പറയാൻ തുടങ്ങി. അതിൻ്റെ സങ്കീർത്തനം തുടക്കം എങ്ങനെയാണ്? ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപം പാടില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് ഈ സങ്കീർത്തനം പറഞ്ഞു നീ ഒന്നും പ്രാർത്ഥിച്ചു നോക്ക്, മാറ്റം ഉണ്ടാവും. അത് വളരെ സത്യമുള്ളൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ലെറ്ററുകളൊക്കെ എനിക്ക് വന്നു. എങ്ങനെ അഡ്രസ്സ് കിട്ടിയെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല, ഗൂഗിൾ തപ്പിയിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടിയത്. അങ്ങനെ ലെറ്ററുകളൊക്കെ വന്നിട്ട് അതിൽ കുറേ പ്രാർത്ഥനകൾ ഈ സങ്കീർത്തനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയതാണ്. ചിലർ അപേക്ഷകളായിട്ട് എഴുതി അയക്കും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇരിക്കുന്നൊരു മനുഷ്യനാണ്. എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് കുറച്ച് നേരം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. വലിയ നന്മകളൊന്നും അല്ല, പക്ഷേ മനസ്സിലങ്ങനെ തോന്നും പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളെനിക്ക് പ്രാർത്ഥനകൾ പറയാൻ തന്നിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. അതെൻ്റെ കടമയാണ്, ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഒട്ടുമിക്ക വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എന്നോട് പറഞ്ഞവർക്ക് വേണ്ടി. ഇനി കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കുറേ പേര് അപേക്ഷകളായിരിക്കും, കുറേ പേര് നന്ദി പറഞ്ഞിട്ടായിരിക്കും, അച്ഛ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടോ, നന്ദി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ചിലർക്ക് ഫോൺ വിളിച്ചാലും കിട്ടാറില്ല, കാരണം എനിക്ക് ധ്യാനങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ ധ്യാനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ചിലർക്ക് വിളിച്ചാലും കിട്ടില്ല. നിരവധിയായ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ ലെറ്ററുകൾ അയക്കും. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച വന്ന 2 ലെറ്ററുകളുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ലെറ്ററാണ്. ആ സഹോദരി എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ ആ സഹോദരിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞോട്ടെ, ഈ ലെറ്റർ ഒന്ന് വായിച്ചോട്ടെ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, അച്ഛ വായിച്ചോ, പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞു പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ലെറ്ററിൻ്റെ കണ്ടൻറ്റ് വായിച്ചോളാം. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസ തീഷ്ണതയിലേക്ക് വളരുവാൻ ഈ ലെറ്റർ സഹായിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണെന്ന് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛ വായിച്ചോ, നോ പ്രോബ്ലം. അതുകൊണ്ടാട്ടോ ഞാൻ ഈ ലെറ്റർ വായിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ലെറ്ററുകളൊന്നും അധികം പുറത്ത് പറയാറില്ല. എന്നോട് പറയുന്ന പ്രാർത്ഥനകൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് പതിവ്. ഈ ലെറ്റർ ഞാൻ വായിക്കാൻ കാരണം നമ്മുടെ വിശ്വാസ തീഷ്ണത വർദ്ധിക്കുന്നൊരു കാര്യം. മെഡിസിൻ പഠിക്കുന്നൊരു കുട്ടിയാണ്. ഞാൻ കണ്ടന്റ് വായിക്കുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും വായിക്കാൻ പറ്റത്തില്ല. അവളുടെ ജീവിതത്തിൽ ചില ഈ സങ്കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ ലെറ്ററിൻ്റെ ഉള്ളടക്കം ഞാനൊന്ന് വായിക്കാം. ഞാൻ മെഡിസിന് പഠിക്കുന്നൊരു കുട്ടിയാണ്. പേരും സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിദേശത്ത് പോയി പഠിക്കാൻ ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. വീട്ടിൽ നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു സാഹചര്യത്തിലാണ് അച്ഛാ ഞാൻ ജീവിക്കുക. വളരെയധികം വേദനയോടുകൂടെയാണ് ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് അവൾ പറയുന്നുണ്ട്, ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. തുടക്കം തന്നെ ഇങ്ങനെയാണ്, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത സ്നേഹമേ, നിനക്ക് 1000 നന്ദി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ടാണ് ഇങ്ങനെ തുടങ്ങുക. എൻ്റെ പേര് ഇങ്ങനെയാണ്. ഞാൻ അച്ഛൻ്റെ വീഡിയോസ് കാണാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അച്ഛൻ സങ്കീർത്തനം 51 വായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നുവല്ലോ. ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് ഞാൻ അച്ഛനോട് പങ്കുവെക്കുക. എന്നിട്ട് ഈ മകൾ പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛൻ ഞാൻ മെഡിസിൻ കഴിഞ്ഞൊരു കൊച്ചാണ്, മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കൊച്ചാണ്. വീട്ടിൽ നല്ല സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട് എൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പന് ചെറിയൊരു ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട്. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ എനിക്കൊരു അനിയത്തിയുണ്ട്, ഒരു അനിയനുമുണ്ട്. അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങളും എൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോവുക. എനിക്ക് UK പോയി പഠിക്കണമെന്നും അവിടെ ജോലി ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് അച്ഛാ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിരവധിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കൂട്ടുകാരികളൊക്കെ UK പോകാനുള്ള പരീക്ഷകൾ എഴുതുകയും അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അവർക്കെല്ലാവർക്കും അതിലേക്ക് പോകാനുള്ള അവസരം കിട്ടി. പക്ഷെ എനിക്ക് മാത്രം ലഭിച്ചില്ല. വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമായിരുന്നത്.
ഒത്തിരിയേറെ വേദനിച്ചൊരു നിമിഷമായിരുന്നു. കാരണം അവരെ പോലെ തന്നെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷേ എനിക്ക് കിട്ടാതിരുന്നപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ തടസ്സങ്ങളായിരുന്നു അതിൻ്റെ മുമ്പിൽ. ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. മാസങ്ങൾ നീണ്ട പ്രാർത്ഥനയായിരുന്നു. ആ കുട്ടിയുടെ സങ്കടങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വീട്ടിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതെല്ലാം ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ആ മകൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛാ, ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും, സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല. എന്നിട്ടും ദൈവം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തേ എന്ന് വല്ലാത്തൊരു സങ്കടമായിരുന്നു എനിക്ക്, വല്ലാത്ത വിഷമമായിരുന്നു എനിക്ക്. നിരവധിയായ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി, പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല. അവസാനമാണ് ഞാൻ അച്ഛൻ്റെ വീഡിയോ കാണുക. ഞാൻ എല്ലാ ദിവസവും കാണുന്നൊരു വീഡിയോ ആണ് അച്ഛൻ്റെ ഇത്. പക്ഷേ ആ സങ്കീർത്തനം 51 ചൊല്ലാൻ പറഞ്ഞത് എനിക്ക് വല്ലാത്തൊരു അറിവായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും സങ്കീർത്തനം 51 ചൊല്ലാൻ തുടങ്ങി. എന്തെന്നില്ലാത്തൊരു ആശ്വാസം എൻ്റെ മനസ്സിന് ലഭിക്കാൻ തുടങ്ങി അച്ഛാ. സത്യം, കുട്ടി പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്, രാത്രികളിൽ കിടന്നുറങ്ങാറില്ല. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ കാരണം എൻ്റെ അപ്പനും എൻ്റെ കുടുംബവും സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകരുത് എന്ന് ഞാൻ ആശിച്ച ഒരു മകളായിരുന്നു. പക്ഷേ എൻ്റെ പഠനവും എൻ്റെ അനിയത്തിയുടെയും എൻ്റെ അനിയൻ്റെയും പഠനവും ഒക്കെ കടന്നു വന്നപ്പോൾ ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കാൻ ഇടവന്നു. അതുകൊണ്ട് ഞാൻ പോയാൽ മാത്രമാണ് എൻ്റെ കുടുംബം രക്ഷപ്പെടുക. പക്ഷേ ഞാൻ പോകാത്തതിലും എൻ്റെ വിസയുടെ കാര്യങ്ങൾ തടസ്സപ്പെടുന്നതിലും ഒത്തിരിയേറെ ആകുലതകൾ എനിക്കുണ്ടായിരുന്നു. അപ്പനും അമ്മയും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ലെറ്റർ കേട്ടൊരു നീണ്ട ലെറ്ററാണ്, 2-3 പേജുകൾ അടങ്ങുന്നൊരു ലെറ്ററാണ്. എന്നിട്ട് ആ മകൾ പറഞ്ഞു വെക്കുക, അച്ഛൻ പറയുന്നത് കേട്ടിട്ട് 51-ാം സങ്കീർത്തനം ചൊല്ലാൻ തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും സമയം കിട്ടുമ്പോഴും ഒക്കെ ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛാ, കഴിഞ്ഞ ആഴ്ച എനിക്ക് വിസ ലഭിച്ചു. വല്ലാത്ത സന്തോഷം തോന്നുന്നു എനിക്ക് കേട്ടോ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് ആരാധന. അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ആ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവുകയാണ്. ഈ ലെറ്ററിൽ അത് കൃത്യമായിട്ട് അവൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അവൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഈ ദിവസങ്ങളിൽ തന്നെ അവൾ വിദേശത്തേക്ക് പോകും. അച്ഛാ, പ്രാർത്ഥിച്ചതിന് 1000 നന്ദി എന്നാണ് പറയുക. ഞാൻ പ്രത്യേകമായിട്ട് ആ കൊച്ചിനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ മകള് ആ സങ്കീർത്തന ഭാഗം എടുത്തു ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയാണ്. അത് സത്യമായിട്ടുള്ള കാര്യം. ആ മകൾ അത് പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് ആ മകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും സന്ധ്യാപ്രാർത്ഥന മുടക്കം വരുത്താതെയും ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അവസരം ലഭിക്കുക. എൻ്റെ കൂട്ടുകാരികളൊക്കെ ഇപ്പോഴും വിസ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞതായിരുന്നു. എനിക്ക് ഒരു പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ വിസ ലഭിക്കുകയും എല്ലാ കാര്യങ്ങളും ശരിയാവുകയും ചെയ്തു. അച്ഛൻ, ഞാൻ പോവുകയാണ്. അച്ഛൻ ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഒരിക്കലും ഈ സങ്കീർത്തനം ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങത്തില്ല. എഴുന്നേൽക്കുമ്പോഴും ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ ഞാൻ എഴുന്നേൽക്കൂ. കാരണം അവൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു മാറ്റമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ്. ജീവിതത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നീ? ഈ സങ്കീർത്തനം 51 ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. മാറ്റം ഉണ്ടാവും, ഉറപ്പ്. അത് തമ്പുരാൻ്റെ വചനമാണ്, ദൈവം നമുക്ക് തന്ന പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമാണിത്, കണ്ണുനീരോടുള്ള ഒരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബൈബിളിലെ പ്രാർത്ഥന തന്നെയായതുകൊണ്ട് വേറെ ഒരു പ്രാർത്ഥനയും വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒന്നും പ്രത്യേകം മാറ്റി വയ്ക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയാണ്. നിരവധിയായ ലെറ്ററുകൾ വരൂട്ടെ അച്ഛന്. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ ക്രോഡീകരിച്ച് വയ്ക്കും. പ്രാർത്ഥിക്കേണ്ട നിയമങ്ങളാണെങ്കിൽ വൈകുന്നേരം വന്ന് കുറച്ച് നേരം അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ സമയം കിട്ടുമ്പോഴോ ഒക്കെ അച്ഛൻ പ്രാർത്ഥനയ്ക്കായിട്ടത് ചെലവഴിക്കാറുണ്ട്. അതുകൊണ്ടാണ്. അടുത്തൊരു ലെറ്റർ വായിക്കാം. വിവാഹ തടസ്സം മാറിയതിൻ്റെ കേട്ടോ. അത് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമാണ്. 31 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ലെറ്ററാണ്. പേരും അഡ്രസ്സും ഒന്നും പറയുന്നില്ല, തൊട്ടടുത്തായതുകൊണ്ട് അധികം പറയുന്നില്ല. അവൻ്റെ വർഷങ്ങളായി അവൻ്റെ അമ്മ, അവൻ്റെ അപ്പൻ, ഒരു അനീത്തിയുണ്ട്. അനീത്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. പക്ഷേ ഇവൻ്റെ കല്യാണം മാത്രം നടക്കുന്നില്ല. 31 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എന്നെ കാണാനും വന്നിട്ടുണ്ടായിട്ടോ ഈ സഹോദരൻ. അപ്പോൾ പറയാച്ചാൽ ഞാൻ ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് തടസ്സം തമ്പുരാൻ നല്ലൊരു കുമ്പസാരം നടത്തി. അതുകൊണ്ടാണ് ഞാൻ പറയുക, മകൻ ഈ സങ്കീർത്തനം ചൊല്ലുന്നതിന് മുമ്പ് അവന് ഇച്ചിരി പ്രാർത്ഥനയുള്ളൊരു കൊച്ചിറക്കനാണ്. അപ്പോൾ അവന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ സങ്കീർത്തനം ചൊല്ലണതിന് മുമ്പ് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തിയിട്ട് അവൻ പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവുക. വളരെ ഇതായിട്ട് അവൻ എഴുതിയിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിലെ എത്ര സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ അറിയോ എന്നൊക്കെ ചോദിച്ചേക്കാം. ആദ്യമേ തന്നെ തുടക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ നിനക്ക് സ്തുതി, 1000 നന്ദി, എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത സ്നേഹമേ,
എന്നോട് കാണിച്ച ഈ വലിയ അനുകമ്പയ്ക്ക് 1000 നന്ദി എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ ഇങ്ങനെ എഴുതി വെച്ചേക്കുക. വളരെ സന്തോഷം തോന്നി ഇങ്ങനെ ലെറ്റർ വായിക്കുമ്പോൾ. ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. കാരണം ആ സങ്കീർത്തനം പറഞ്ഞു കൊടുക്കാൻ എൻ്റെ മനസ്സിന്, എൻ്റെ നാവുകൾക്ക് ശക്തി കിട്ടിയല്ലോ എന്നാണ് സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സങ്കീർത്തനം ചൊല്ലിത്തര പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, വല്ലാത്ത മാറ്റം ഉണ്ടാവും ജീവിതത്തിന്. ഈ സഹോദരൻ പറഞ്ഞു വയ്ക്കുന്നത് എനിക്ക് 31 വയസ്സയച്ചാൽ 26ാമത്തെ വയസ്സ് തൊട്ട് വിവാഹാലോചന നോക്കി തുടങ്ങിയതാണ്. എനിക്ക് നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്. അവന് ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നല്ല വരുമാനമൊക്കെ ഉണ്ട്. പക്ഷേ എന്തെന്ന് ഒരു തടസ്സം മാത്രം, വീട്ടിൽ ഈ കല്യാണം നടക്കുന്നില്ല. 31 വയസ്സായി, എല്ലാ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. പെങ്ങളെ കെട്ടിച്ചു വിട്ടു, 2 മക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്തെന്നില്ലാതെ വെച്ചാൽ എൻ്റെ വിവാഹം മാത്രം നടക്കുന്നില്ല. ഞാൻ ജീവിതത്തിൽ കുറേ തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട് എനിക്ക്. അതൊക്കെ ഞാൻ നല്ലൊരു കുമ്പസാരത്തിലേറ്റു പറഞ്ഞ് കുമ്പസാരിച്ചു. എൻ്റെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ മാറി. വിവാഹം ബുക്ക് ചെയ്തിരിക്കുക കൃത്യമായിട്ട്, അതിൽ ഡേറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് അവൻ. അപ്പോൾ ഇന്ന ദിവസം എൻ്റെ വിവാഹമാണ് അച്ഛൻ പ്രാർത്ഥിക്കണം, അച്ഛന് വരാൻ പറ്റുമെങ്കിൽ വരണം. വളരെ സന്തോഷം തോന്നിയ ലെറ്റർ, വളരെ സന്തോഷം തോന്നിയ. ഇങ്ങനെ നിരവധിയായ ലെറ്ററുകളുണ്ട് കേട്ടോ, നിരവധിയായ ലെറ്ററുകൾ. അതുപോലെ തന്നെ ഒരു സഹോദരിയുടെ ലെറ്റർ, ഈ സങ്കീർത്തനം 51 പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീട്ടിലെന്നും ബഹളമാണ്. അപ്പോൾ ഭർത്താവിനെ സമർപ്പിച്ചിട്ട്, ഭർത്താവിൻ്റെ ജീവിതത്തിൽ കരുണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭർത്താവ് എന്നും കുടിച്ചിട്ട് വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഭർത്താവിനെ സമർപ്പിച്ചിട്ടാണ് ആ സഹോദരി ഈ സങ്കീർത്തനം ചെല്ലുക. പറയുക, അന്ന് തൊട്ട് എൻ്റെ ഭർത്താവ് കുടി നിർത്തിയിട്ട് വരിക. എനിക്ക് ഒരു വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നി എനിക്കത്. ആ മകള് പറയുക, ഞാൻ കണ്ണുനീരോടെയാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങുക, ഒരു ദിവസം പോലും സമാധാനം എൻ്റെ ഭർത്താവ് തന്നിട്ട്. പക്ഷേ ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഭർത്താവിനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഭർത്താവിനോട് വെറുപ്പായിരുന്നു. ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഭർത്താവിന് മാറ്റം വന്നു തുടങ്ങി. ഞാൻ ആ സങ്കീർത്തനം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും പകൽ സമയമ്പോഴും ഒക്കെ ഭർത്താവിന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തെന്നില്ലാത്ത മാറ്റം എൻ്റെ ഭർത്താവിനും ഉണ്ടായത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ലെറ്റർ എഴുതുക. സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെ നിരവധിയായ ലെറ്ററുകളൊക്കെ വരാറുണ്ട്. സന്തോഷം, ദൈവത്തിൻ്റെ കൃപ മാത്രം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സങ്കീർത്തനം നിങ്ങൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ജീവിതത്തിന് മാറ്റം ഉണ്ടാവും, ഒത്തിരി മാറ്റം ഉണ്ടാവും. അത് ഈ ഇങ്ങനെ ലെറ്ററുകളിലൂടെ വരുന്നത് കൊണ്ട് വളരെ സന്തോഷം തോന്നാറുണ്ട് എനിക്ക്. ഒത്തിരിയേറെ പേര് ഫോൺ വിളിച്ചൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുക, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഈ സങ്കീർത്തനം 51 നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒത്തിരിയേറെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. നിങ്ങളുടെ ജീവിതത്തിലെ പാപം കൊണ്ടോ എന്തെങ്കിലും കുറവുകൾ കൊണ്ടോ പോരായ്മകൾ കൊണ്ടാണോ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സമെങ്കിൽ ദൈവം ഈ പ്രാർത്ഥന കേട്ട് അത് എടുത്തു മാറ്റും. അതുകൊണ്ട് നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് വേണം ഈ പ്രാർത്ഥിക്കാൻ. മനസ്സിൽ പാപഭാരങ്ങൾ ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരില്ല. കാരണം ദൈവത്തിന് അവിടെ തടസ്സമായിട്ട് നിൻ്റെ പാപം നിൽക്കും. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ പാപവസ്തുക്കൾ എന്തുമായിക്കോട്ടെ, എത്രയേറെ തെറ്റുകൾ ജീവിതത്തിൽ വന്നോട്ടെ, അതൊക്കെ വന്നോട്ടെ, പക്ഷേ ഈ തെറ്റുകളിൽ നടുവിലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സങ്കീർത്തനം പറഞ്ഞ് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും. നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് ജീവിതത്തിന് മാറ്റം ഉണ്ടാവും, ഉറപ്പാണ്. അതിൽ കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിരുന്നു, അതിൽ 2-3 വചനങ്ങളെങ്കിലും കാണപ്പടം പഠിച്ചു നോക്കും. ഇത് മൊത്തം കാണപ്പടം പഠിക്കുന്നില്ലെങ്കിൽ അതിൽ 2-3 വചനങ്ങൾ, സങ്കീർത്തനം 51:1, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. അടുത്ത വചനം കൂടി പഠിക്കണം, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ഈ സങ്കീർത്തനം അത് ചൊല്ലിന്ന് പ്രാർത്ഥിച്ചു നോക്കുക, ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. എന്നിട്ട് അടുത്ത വചനം കൊണ്ടിട്ടാ, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. ഈ സങ്കീർത്തനത്തിൽ ഈ 1-2 സങ്കീർത്തനങ്ങളും അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 6-ാം സങ്കീർത്തനം, ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അത്. പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഒരു അഭിഷേകത്തിൻ്റെ കൃപയാണത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. അതുപോലെ തന്നെ മനസ്സിൽ കാണാപ്പാടം പഠിക്കേണ്ട ഈ സങ്കീർത്തനത്തിൽ ഒരു സങ്കീർത്തനമാണ് 11-ാം സങ്കീർത്തനം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. പറ്റുമെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണപ്പെടാൻ പഠിക്കുക. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ, വേദനകളിൽ ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്ക്. മാറ്റം ഉണ്ടാവും, ഉറപ്പാണ് കേട്ടോ, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. വല്ലാത്തൊരു സങ്കീർത്തനമാണ് അത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും.
ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ, വേദനകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ? നമുക്കറിയാം ദാവീദിൻ്റെ ജീവിതം. കൊലപാതകയാണ്, വ്യഭിചാരിയാണ്, ഒത്തിരിയേറെ തെറ്റുകളും കുറവുകളും ഒക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവൻ ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം 51. ചൊല്ലി പ്രാർത്ഥിച്ചവൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിശ്വസിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചവൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ പറഞ്ഞിട്ടില്ലേ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. എല്ലാവർക്കും ചെവിയുണ്ട്. പക്ഷേ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. നല്ലൊരു കുമ്പസാരം നടത്തി നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ സങ്കീർത്തനം 51 നീ ഒന്ന് മാറ്റി നോക്കിയാൽ നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടും നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും നീ ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാറ്റം ഉണ്ടാവും. അത് തമ്പുരാൻ്റെ വചനമാണെന്ന് ചിന്തിക്കുക. വിശുദ്ധ ബൈബിളിലെ പ്രാർത്ഥനയാണെന്ന് ചിന്തിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ സങ്കീർത്തനമാണെന്ന് ഓർത്തിരിക്കുക. ദാവീദിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഓർക്കുക. കാരണം ജീവിതത്തിൽ എല്ലാം തകർന്നു പോയവനാണ് ദാവീദ്. ആ തകർന്നു പോയവൻ്റെ ജീവിതത്തിലെ കണ്ണുനീരോടെയുള്ള ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലിയാലും എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഈ സങ്കീർത്തനം ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. വളരെ സന്തോഷം തോന്നുന്നു എനിക്ക്, വളരെ സന്തോഷം. കാരണം ഒത്തിരിയേറെ പേര് കണ്ടൊരു വീഡിയോയാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സങ്കീർത്തനം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. പ്രാർത്ഥിക്കണം കേട്ടോ, മാറ്റങ്ങളുണ്ടാകും. എന്ത് സങ്കടം ഉണ്ടെങ്കിലും, ജോലിയുടെ പ്രശ്നമാണോ, കടബാധ്യതയാണോ, ബുദ്ധിമുട്ടുകളാണോ, മക്കളെക്കുറിച്ചുള്ള ആകുലതയാണോ, വിസയുടെ തടസ്സമാണോ, വിവാഹം നടക്കാത്തതാണോ, എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിട്ട്, രോഗങ്ങളാണോ, എന്ത് പ്രശ്നമായിക്കോട്ടെ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ഐശ്വര്യവും ജീവിതത്തിൽ വന്ന് വസിക്കും. ഉറപ്പുള്ള കാര്യമാണ്, ഉറപ്പുള്ള സത്യമാണ്. കാരണം ഇത് ബൈബിളാണ്, ദൈവത്തിൻ്റെ വചനമാണ്. വചനം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ, ഈ വചനം, ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. ജീവിതത്തിന് മാറ്റം ഉണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും, കൃപയുണ്ടാകും. ഏത് ജീവിതാന്തസ്സിലുള്ളവരാണെങ്കിലും, ഏത് ജീവിതാന്തസ്സിലുള്ളവരാണെങ്കിലും, നിൻ്റെ ജീവിതത്തിൽ കടബാധ്യതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, ജീവിതത്തിൻ്റെ ക്ലേശങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, ആരോടും പറയാത്ത നിൻ്റെ കണ്ണീരായിരിക്കാം, എന്തുമായിക്കോട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ട്. ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ച നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. പ്രാർത്ഥിക്കണം. അച്ഛനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അച്ഛൻ എന്നും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണിത്. നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കണോട്ടാ. ദൈവം അനുഗ്രഹിക്കട്ടെ.